ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ ആസിഡുകളും ബേസുകളും എന്ന ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററാണ്. നിങ്ങൾ മുഴുവനായിട്ടും പഠിച്ച് കഴിഞ്ഞിരിക്കും. കാരണം ക്വാർട്ടർലി എക്സാമിനും അതേപോലെ തന്നെ ഹാഫ് ഇയർലി എക്സാമിനും നിങ്ങളൊന്ന് ഓടിച്ച് പഠിച്ചിട്ടുണ്ടാവും. ക്വാർട്ടർലി എക്സാമിന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഹാഫ് ഇയർലി എക്സാമിന് നിങ്ങളത് നോക്കിയിട്ട് തന്നെയായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് പാഠപുസ്തകങ്ങളിലെ വിശദമായിട്ട് പറയുന്നില്ല, അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? എക്സ്ട്രാ പോയിന്റുകൾ പറയും. അത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കാണാനേ പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും. അതായിരിക്കും നിങ്ങളുടെ USS എക്സാമിന് നിങ്ങളുടെ മാർക്ക് ടോപ്പ് ലെവലിൽ എത്തിക്കുക. അതുകൊണ്ട് എക്സ്ട്രാ പോയിന്റുകൾ എഴുതി വെക്കുക. ഈ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഗ്രൂപ്പിൽ നടത്തുന്നതാണ്. എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. കാരണം 20 അല്ലെങ്കിൽ 25 ചോദ്യങ്ങൾ അടങ്ങിയ മോക്ക് ടെസ്റ്റാണ് ഗ്രൂപ്പിൽ നൽകുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം ഈ ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ട് ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാവുള്ളൂ. സോ നമുക്ക് തുടങ്ങാം. ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് ഇത്തവണ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസിഡുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ഹൈഡ്രജൻ. ആസിഡുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഹൈഡ്രജൻ. ഇനി നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. ലിറ്റ്മസ് പേപ്പർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സസ്യവിഭാഗം ഏതാണ്? ലൈക്കണുകൾ. ലൈക്കണുകൾ ഉപയോഗിച്ചിട്ടാണ് ലിറ്റ്മസ് പേപ്പർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ലിറ്റ്മസ് പേപ്പറിന്റെ പ്രാധാന്യം എന്താണ്? ആസിഡാണോ ബേസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലിറ്റ്മസ് പേപ്പറിലൂടെയാണ്. ഏതൊക്കെ നിറങ്ങളിൽ ലിറ്റ്മസ് പേപ്പർ ലഭ്യമാണ് എന്നുകൂടെ പഠിച്ചിരിക്കണം. നീല, ചുവപ്പ് എന്നീ നിറങ്ങളിലാണ് ലിറ്റ്മസ് പേപ്പർ ലഭ്യമാകുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥമാണ് ആസിഡുകൾ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥം ഏതാണ്? അത് ആസിഡാണ്. അതേ സമയത്ത് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥമാണ് ബേസുകൾ. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥം ഏതാണ്? ബേസുകളാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥമാണ് ആസിഡുകൾ. ഇനി നമുക്ക് കുറച്ച് ആസിഡിനെ കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആസിഡ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ആസിഡിന്റെ രുചി എന്താണ്? ആസിഡിന് എന്ത് രുചിയാണ് മക്കളെ ഉള്ളത്? ആസിഡിന് പുളി രുചിയാണുള്ളത്. ആസിഡിന് പുളി രുചിയാണുള്ളത്. നമുക്ക് ചില പദാർത്ഥങ്ങളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളും ഏതാണെന്ന് പഠിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, മറന്നു പോവല്ലേ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പദാർത്ഥങ്ങളും അവയിലടങ്ങിയിരിക്കുന്ന ആസിഡുകളും അതേതൊക്കെയാണ്? തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മക്കളെ? ഓക്സാലിക് ആസിഡാണ്. നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നതും ഓക്സാലിക് ആസിഡാണ്. ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ്. തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ഓക്സാലിക് ആസിഡ്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡാണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന, ഇനി ആസിഡിന്റെ പേര് മാറുകയാണ്, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. അതേപോലെ തന്നെ മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അതും ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഈ നോട്ടുകളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ നൽകുന്നുണ്ട്. ഓക്കെ. എണ്ണ സ്റ്റിയറിക് ആസിഡാണ്. കൊഴുപ്പിലും എണ്ണയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ അത് സ്റ്റിയറിക് ആസിഡാണ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പ്രൂസിക് ആസിഡ്. പ്രൂസിക് ആസിഡാണ് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്നത്. തേങ്ങയിൽ കാപ്രിക് ആസിഡ് അടങ്ങിയിരിക്കുമ്പോൾ തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? കാപ്രിക് ആസിഡ്. ഉറുമ്പ്, കടന്നൽ, തേനീച്ച ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡാണ്. ഫോമിക് ആസിഡാണ് ഉറുമ്പ്, കടന്നൽ, തേനീച്ച എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. നാരങ്ങ, ഓറഞ്ച് മുതലായവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ്
അടങ്ങിയിരിക്കുന്ന ഫലങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? നാരങ്ങ, ഓറഞ്ച് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസ്കോർബിക് ആസിഡ്. പാൽ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പാല്, തൈര് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡാണ് പാല്, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. നമ്മൾ അധികവും യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാ പദാർത്ഥങ്ങളിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. മിക്ക പദാർത്ഥങ്ങളിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് തക്കാളി എടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം. അതിൽ ഓക്സാലിക് ആസിഡ് ആണെന്ന്. ആപ്പിൾ ആവുമ്പോൾ മാലിക് ആസിഡ് ആണ്. അതേപോലെ തന്നെ പാൽ, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മക്കളെ? അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അമിനോ ആസിഡാണ് മാംസ്യത്തിൽ അടങ്ങിയിരിക്കാൻ സാധ്യതയുള്ള ആസിഡ്. ഇനി ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യം പറയാം. നിങ്ങൾക്ക് മറ്റുള്ള ക്വിസ് പരീക്ഷകളിൽ അല്ലെ NMMS പോലെയുള്ള പരീക്ഷകളിൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പറയുന്നത്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് മക്കളെ? മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹ്യൂമിക് ആസിഡാണ് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് യൂറിക് ആസിഡ്. യൂറിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? യൂറിക് ആസിഡ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് യൂറിക് ആസിഡാണ്. ഓക്കെ, എല്ലാം സെറ്റായല്ലോ. ഇത്രയെങ്കിലും ഏതെല്ലാം പദാർത്ഥങ്ങളിൽ ഏതെല്ലാം ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. സെറ്റാണ്. ഇനി ആസിഡുകൾ ഏതൊക്കെ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ചോദിച്ചാൽ നിങ്ങളോട് തെറ്റില്ലല്ലോ. ഓക്കെ, ആസിഡുകളെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അസറ്റിക് ആസിഡ്. ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്ന് അറിയപ്പെടുന്നതും അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡിനെയാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചതും ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്നും അറിയപ്പെടുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡ്. ഓക്സിജൻ ഇല്ലാത്ത ആസിഡിന് ഉദാഹരണമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഓക്സിജൻ ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പക്ഷെ ഈ ലാക്റ്റിക് ആസിഡിനെ കുറിച്ച് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചിട്ടുണ്ട്. എന്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്? പാൽ, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അതേപോലെ തന്നെ ഫോമിക് ആസിഡിനെ കുറിച്ച് പറയാം. റബ്ബർ പാൽ ഘനീഭവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഈ ഫോമിക് ആസിഡ് നമ്മൾ എവിടെയാണ് കണ്ടത്? ഉറുമ്പ്, കടന്നൽ, തേനീച്ച എന്നിവയിലുള്ള ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡാണ്. അതേപോലെ തന്നെ റബ്ബർ പാൽ ഘനീഭവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡും ഫോമിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ്. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സസ്യ ഇലകൾ പൊഴിയാൻ കാരണമാകുന്ന ആസിഡ് ഏതാണ്? അബ്സിസിക് ആസിഡാണ് സസ്യ ഇലകൾ പൊഴിയാൻ കാരണമാകുന്ന ആസിഡ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ 2-3 പ്രത്യേകതകൾ പറയാം. രാസവസ്തുക്കളുടെ രാജാവ്, ദ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഈ 3 പോയിന്റുകളും നിങ്ങൾ പഠിക്കുക. രാസവസ്തുക്കളുടെ രാജാവ്, ദ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നതും ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതുമായ ആസിഡ് ഏതാണ്? അത് സൾഫ്യൂരിക് ആസിഡാണ്.
സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം ഏതാണ്? വീനസ്, ശുക്രനാണ് സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലങ്ങളുള്ള ഗ്രഹം എന്നുകൂടെ മക്കൾ മനസ്സിലോർക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥം ബേസുകളാണെന്ന് നമ്മൾ പഠിച്ചു. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ സൂചകത്തിന് ഉദാഹരണമാണ്. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകത്തിന് ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. ബേസ് സ്വഭാവം അഥവാ ക്ഷാര സ്വഭാവമുള്ള പദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ് സോപ്പ്, അപ്പക്കാരം. സോപ്പും അപ്പക്കാരവും ബേസ് സ്വഭാവമുള്ള പദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ്. പുളി രുചിയുള്ളവയാണ് ആസിഡുകൾ എന്ന് പറഞ്ഞു. കാരരുചിയുള്ളവയാണ് ബേസുകൾ. കാരരുചിയുള്ളവയാണ് ബേസുകൾ എന്ന് അറിയപ്പെടുന്നത്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി. ജീവകം സിയെ അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നു. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ അഥവാ ജീവകം ചോദിച്ചാൽ അത് ജീവകം സി ആണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ അത് അസ്കോർബിക് ആസിഡാണ്. ഇനി നമുക്ക് ലബോറട്ടറിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില ആസിഡുകൾക്ക്, അതായത് ചില ആസിഡുകളുടെ പേരുകൾ പഠിച്ചു വെക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഇവയെല്ലാം ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. ബേസുകൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇവയെല്ലാം ബേസുകൾക്ക് ഉദാഹരണമാണ്. ആസിഡുകൾക്ക് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകൾക്ക് ഉദാഹരണങ്ങളാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ചുണ്ണാമ്പിനെയാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് അറിയപ്പെടുന്നത്. കാസ്റ്റിക് സോഡയെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്നത്. കാസ്റ്റിക് സോഡയെ അറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ്. കാസ്റ്റിക് പൊട്ടാഷ് അറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. അപ്പോൾ റബ്ബർ പാൽ കട്ടിയാക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് മക്കൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഫോമിക് ആസിഡാണ്. ഫോമിക് ആസിഡാണ് ഉറുമ്പ്, തേനീച്ച എന്നിവയിൽ കാണപ്പെടുന്ന ആസിഡ്. ഇനി നമുക്ക് നോക്കാം, വീര്യം കൂടിയ ആസിഡുകളുടെ സവിശേഷത എന്തൊക്കെയാണ്? ജലാംശം വലിച്ചെടുക്കുവാനും താപം പുറത്തുവിടാനുമുള്ള കഴിവ് വീര്യം കൂടിയ ആസിഡുകൾക്കുണ്ട്. മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. പക്ഷെ ഈ ആസിഡിനെ നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് അൻറ്റാസിഡുകൾ. ആസിഡിനെ നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണ്? അൻറ്റാസിഡുകളാണ്. ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഇരുമ്പ്, ചെമ്പ്, മഗ്നീഷ്യം ഇവയെല്ലാം ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. കത്തുന്ന വാതകം എന്ന് അറിയപ്പെടുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജനെയാണ് കത്തുന്ന വാതകം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ അതും ഹൈഡ്രജനാണ്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് ജലം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് ജലം. ഇത് മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും. കുറച്ച് ആസിഡുകളെക്കുറിച്ചും അവയുടെ ഉപയോഗത്തെക്കുറിച്ചും പഠിക്കാം. അസറ്റിക് ആസിഡ് എന്തിനാണ്? അസറ്റിക് ആസിഡ് എന്തിലടങ്ങിയിരിക്കുന്ന ആസിഡാണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്.
ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതിരിക്കാൻ സഹായിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ഇനി ഫോമിക് ആസിഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒത്തിരി തവണ പറഞ്ഞു. റബ്ബർ പാൽ കട്ടിയാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്താണ്? മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. നൈട്രിക് ആസിഡ് രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് ടാനിക് ആസിഡ്. കാർബോണിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബേസുകളും അവയുടെ ഉപയോഗങ്ങളുമാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനുമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബേസാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് മരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുമ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അതും മരുന്ന് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ സൂചകങ്ങൾ എന്താണ്? സൂചകങ്ങൾ അത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറയാം. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് സൂചകങ്ങൾ എന്നറിയപ്പെടുന്നത്. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും വേർതിരിക്കുന്ന പദാർത്ഥങ്ങളെയാണ് സൂചകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ചെമ്പരുത്തി, മഞ്ഞൾ, ചുവന്ന ചീര, നീല ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജ്, ബീറ്റ്റൂട്ട് ഇവയെല്ലാം നമുക്ക് സൂചകങ്ങൾക്ക് ഉദാഹരണങ്ങളായി പറയാം. ഇനി നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തൊരു പരീക്ഷണം പറയാം. ചെമ്പരത്തിപ്പൂവ് കടലാസിൽ ഉരച്ച ശേഷം ഉണക്കിയെടുക്കുന്നു. ബേസ് സ്വഭാവം എങ്ങനെ തിരിച്ചറിയാം? അതിൻ്റെ ബേസ് സ്വഭാവം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? വിനാഗിരി, മോര് എന്നിവ ഉപയോഗിച്ച് അതിൻ്റെ ബേസ് സ്വഭാവം നമുക്ക് തിരിച്ചറിയാം. ചെമ്പരത്തിപ്പൂവ് വെള്ളക്കടലാസിൽ ഉരച്ച ശേഷം ഉണക്കിയെടുക്കുന്നു. ബേസ് സ്വഭാവം എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ചോദ്യം. വിനാഗിരി, മോര് ഇവ ഉപയോഗിച്ച് അതിൻ്റെ ബേസ് സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന ലായനിക്ക് ഉദാഹരണമാണ് സോപ്പ് വെള്ളം. നമ്മൾ സാധാരണയായി പറയുന്നൊരു കാര്യമുണ്ട്, മോര് കൊണ്ടുള്ള കറികൾ മൺപാത്രത്തിൽ ഉണ്ടാക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മോരിലെ ആസിഡ് ലോഹപാത്രവുമായി പ്രവർത്തിക്കുന്നതിനാലാണ് മോര് കൊണ്ടുള്ള കറികൾ മൺപാത്രങ്ങളിൽ ഉണ്ടാക്കാൻ കാരണം. ഓക്കെ അല്ലേ? അലക്കുകാര ലായനിയിൽ ഫിനോഫ്തലിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം പിങ്ക്. അലക്കുകാര ലായനിയിൽ ഫിനോഫ്തലിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏതാണ്? അത് പിങ്ക് നിറമാണ്. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ബീറ്റ്റൂട്ട് ലായനിയുടെ പ്രത്യേകത എന്ത്? ബീറ്റ്റൂട്ട് ലായനിയുടെ പ്രത്യേകത എന്താണ്? ആസിഡിൽ അത് വയലറ്റ് കളറും ബേസിൽ പച്ച കലർന്ന മഞ്ഞ നിറത്തിലുമാണ് ബീറ്റ്റൂട്ട് ലായനി കാണപ്പെടുന്നത്. ഇവിടെ ഫിനോഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറം വരാത്തത് എന്തിനാണ്? നാരങ്ങാ വെള്ളത്തിന് ഫിനോഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറം ലഭിക്കുന്നില്ല. എന്തിനാണ് കൃഷിയിടങ്ങളിൽ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്? മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൃഷിയിടങ്ങളിൽ മണ്ണിൽ കുമ്മായം ചേർക്കുന്നത്. മനുഷ്യനിൽ, അതായത് മനുഷ്യ ശരീരത്തിൽ ബേസിക് സ്വഭാവമുള്ള ഒരു ദ്രാവകമുണ്ട്. അത് ഏതാണ്? രക്തമാണ് മനുഷ്യ ശരീരത്തിൽ ബേസിക് സ്വഭാവമുള്ള ഒരു ദ്രാവകം. കൂടെ പഠിച്ചു വെക്കുക. ദഹനത്തിന് സഹായിക്കുന്ന ആമാശയത്തിൽ അടങ്ങിയ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദഹനത്തിന് സഹായിക്കുന്ന ആമാശയത്തിൽ അടങ്ങിയ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൽക്കലി സ്വഭാവമുള്ള ഒരു പഴമാണ് ഈന്തപ്പഴം. ഈന്തപ്പഴം ആൽക്കലി സ്വഭാവമുള്ള ഒരു പഴമാണ്. ആൽക്കലി സ്വഭാവമുള്ള ഒരു പഴം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈന്തപ്പഴമാണ്. ഇനി രണ്ട് രാസനാമങ്ങൾ കൂടി പഠിച്ചു വെക്കാം.
സോഡാ ജലത്തിന്റെ രാസനാമം എന്താണ്? കാർബോണിക് ആസിഡ്. സോഡാ ജലത്തിന്റെ രാസനാമമാണ് കാർബോണിക് ആസിഡ്. അപ്പക്കാരത്തിന്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ് എന്നതാണ്. അപ്പക്കാരത്തിന്റെ രാസനാമം എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്. സോഡാ ജലത്തിന്റെ രാസനാമം കാർബോണിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നതിന്റെ കാരണമാണ് ഫോമിക് ആസിഡിന്റെ സാമീപ്യം. ഫോമിക് ആസിഡാണ് ഉറുമ്പ്, തേനീച്ച, കടന്നൽ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഫോമിക് ആസിഡാണ് റബ്ബർ കട്ടിയാക്കുവാൻ അല്ലെങ്കിൽ ഉറയാക്കുവാൻ അല്ലെങ്കിൽ ഘനീഭവിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഭാവിയിലെ ഇന്ധനം എന്ന് അറിയപ്പെടുന്ന ആസിഡാണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഭാവിയിലെ, ഇവിടെ മക്കളെ എന്നോട് തെറ്റിപ്പോയി പറഞ്ഞത്, ഭാവിയിലെ ഇന്ധനം എന്ന് അറിയപ്പെടുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ഓക്കെ, ഈ ചാപ്റ്റർ സെറ്റായല്ലോ. അടുത്തതായി മക്കൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഗ്രൂപ്പിൽ നൽകിയിരിക്കുന്ന നോട്ട്സ് നന്നായിട്ട് വായിക്കുക, ഈ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക, എന്നിട്ട് ഗ്രൂപ്പിൽ നൽകുന്ന മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? നമുക്ക് USS നേടണ്ടേ? എന്തായാലും ഇനി അങ്ങോട്ട് നമുക്ക് നന്നായിട്ട് ശ്രമിക്കാം. ഫെബ്രുവരി 27-നാണ് എക്സാം വരുന്നത്. ക്രിസ്മസ് അവധിയിൽ നിങ്ങൾ അടിച്ചു പൊളിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പഠനത്തിനായി ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. മക്കൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഈ USS പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കോടുകൂടി USS നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ, സി യു സൂൺ.